ഹലോ എവരി വൺ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നെറ്റ്വർക്ക് തിയറി അതുപോലെ സർക്യൂട്ട്സ് ബാർ നെറ്റ്വർക്ക്സ് S3 EC AE ട്രിപ്പിൾ സ്റ്റുഡൻസിന്റെ മോഡ്യൂൾ 5 2 പോർട്ട് നെറ്റ്വർക്കിലെ പ്രോബ്ലം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുറെ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദ ഷോർട്ട് സർക്യൂട്ട് അഡ്മിറ്റൻസ് പാരാമീറ്റർ. നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്. വി നീഡ് ടു ഫൈൻഡ് ദ ഷോർട്ട് സർക്യൂട്ട് അഡ്മിറ്റൻസ് പാരാമീറ്റർ. നമുക്കറിയാം ഷോർട്ട് സർക്യൂട്ട് അഡ്മിറ്റൻസ് പാരാമീറ്റർ മീൻസ് Y പാരാമീറ്റർ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം അതർ നെയിംസും കൂടെ പഠിച്ചേക്കണം. ഓപ്പൺ സർക്യൂട്ട് ഇംപിഡൻസ് പാരാമീറ്റർ ആണ് Z പാരാമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ ട്രാൻസ്മിഷൻ പാരാമീറ്ററിന്റെ അനദർ നെയിമാണ് ABCD പാരാമീറ്റർ. ചിലപ്പം ഡയറക്റ്റ് Z എന്നോ Y എന്നോ പറയാതെ ഇതുപോലെ ഷോർട്ട് സർക്യൂട്ട് അഡ്മിറ്റൻസ് പാരാമീറ്റർ അതുപോലെ ഓപ്പൺ സർക്യൂട്ട് ഇംപിഡൻസ് പാരാമീറ്റർ എന്ന് ചോദിക്കാം. നമ്മളെ നെറ്റ്വർക്ക് തിയറിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം തരുവാണെങ്കിൽ കുറേ മെത്തേഡ്സ് യൂസ് ചെയ്ത് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഏറ്റവും അഡോപ്റ്റ് ചെയ്യേണ്ടത് ഏറ്റവും സിമ്പിളായിട്ട് ടൈം റെഡ്യൂസ് ചെയ്ത് എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കേണ്ടത്. ഇപ്പം ഇതുപോലത്തുള്ള 4th മൊഡ്യൂളിൽ നെറ്റ്വർക്ക് ഫങ്ഷൻസ്, 5th മൊഡ്യൂളിൽ 2 പോർട്ട് നെറ്റ്വർക്ക്, അതിലൊക്കെ ആണെങ്കിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ ഒരു പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഇതിൻ്റെ കേസിലാണെങ്കിൽ ഈ ഒരു T നെറ്റ്വർക്കും ഈ 20 എന്ന് പറയുന്നത് പാരലൽ കണക്ഷനാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇന്റർ കണക്ഷൻ യൂസ് ചെയ്ത് ഫസ്റ്റ് ഈ T നെറ്റ്വർക്കിന്റെ നമ്മൾ Y പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനുശേഷം ഈ 20 ഓമിനെയും Y പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇന്റർ കണക്ഷൻ രീതിയിൽ അതിന്റെ സമ്മായിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഒരു മെത്തേഡ്. ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺവെൻഷൻ രീതിയിൽ ഇൻപുട്ട് പോർട്ടിലെ കറണ്ട് I1, ഔട്ട്പുട്ട് പോർട്ടിലെ കറണ്ട് I2, അതുപോലെ തേർഡിന്റെ I3 മാർക്ക് ചെയ്ത് ഇക്വേഷൻസ് യൂസ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എപ്പോഴും നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റ് നെറ്റ്വർക്ക് തിയറിയുടെ കേസിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് മോഡിലൊക്കെ വരുമ്പോഴത്തേക്കാണെങ്കിൽ ഇപ്പം മെഷ് അനാലിസിസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മെഷ് അനാലിസിസിന് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ നോഡൽ അനാലിസിസ് പറയുമ്പം പിന്നെ തിയറംസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നേരത്തും നമുക്ക് ഇന്ന തിയറം നമ്മൾ സ്പെസിഫൈ ചെയ്യും. ഫൈൻഡ് ദ കറണ്ട് യൂസിങ് സൂപ്പർ പൊസിഷൻ തിയറം അല്ലെങ്കിൽ നോർട്ടൺസ് തിയറം അങ്ങനത്തെ തിയറം സ്പെസിഫൈ ചെയ്ത് പറയും. അതല്ലാതെ നമ്മൾ ഈ 2 പോർട്ട് നെറ്റ്വർക്ക് അതുപോലെ നെറ്റ്വർക്ക് ഫംഗ്ഷൻസിന്റെ കേസിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ യൂസ് ചെയ്ത് ഏത് ടൂൾ വേണമെങ്കിലും യൂസ് ചെയ്ത് കറണ്ടിന്റെ വാല്യൂ, വോൾട്ടേജിന്റെ വാല്യൂ അതുപോലത്തുള്ള പാരാമീറ്റേഴ്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ത്രൂ ഔട്ട് നമ്മളുടെ ഈ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ്, ഈ ഒരു ഫോർമാറ്റിലെ ക്വസ്റ്റ്യൻസ് കുറേ പ്രാവശ്യം യൂണിവേഴ്സിറ്റിക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഈസി മെത്തേഡിൽ നമുക്ക് എങ്ങനെ അത് വർക്കൗട്ട് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ഞാൻ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് Y പാരാമീറ്റർ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഈ തന്നിരിക്കുന്ന നെറ്റ്വർക്ക്, ഈ ഒരു നെറ്റ്വർക്ക് T ഫോമിലാണ്. ഓക്കെ, നമ്മൾ ഈ ഫുൾ നെറ്റ്വർക്കിന് ഒരു Tയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? ഒരു T നെറ്റ്വർക്കിന്റെ Z പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്? Y പാരാമീറ്റർ ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? Z പാരാമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് എടുത്താൽ മതി? Y പാരാമീറ്റർ കിട്ടാൻ വേണ്ടി അതിന്റെ ഇൻവേഴ്സ് മെട്രിക്സ് എടുത്താൽ മതി. വി വിൽ ഗെറ്റ് ദ Y പാരാമീറ്റർ. കാരണം ഇസഡും Y എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവേഴ്സ് റിലേഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ആ ഒരു മെത്തേഡ് നമുക്ക് നോക്കാം. ഇതിന്റെ കേസിൽ റെസിസ്റ്റൻസ് 10 ohm, 5 ohm, 40 ohm ആൻഡ് 20 ohm ആണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിന് എങ്ങനെ നമുക്കൊരു T നെറ്റ്വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഈ 20 ohm, 10 ohm, 5 ohm എന്ത് ഫോമിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? അതായത് നെറ്റ്വർക്സിന്റെ ബേസിക്കലി 2 ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിനെ സിന്തസൈസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ഇതുപോലെ T ഫോമിൽ നെറ്റ്വർക്ക് വരും, അല്ലെങ്കിൽ സെക്കൻഡ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈ ഫോമാണ്. ഈ 2 ഫോർമാറ്റിലെ നെറ്റ്വർക്ക്സ് നമ്മൾ വരുത്തുള്ളൂ. അതാണ് അതിന്റെ വേറൊരു നെറ്റ്വർക്കിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇങ്ങനത്തെ നെറ്റ്വർക്ക്സ് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം T to പൈ, പൈ to T ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്ത് ഏതെങ്കിലും ഒരു ഫോർമാറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഈ ഗിവൺ നെറ്റ്വർക്കിന് നമുക്ക് ഈ T ഫോമിൽ കൊണ്ടുവരികയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? Z പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. Z കിട്ടുകയാണെങ്കിൽ ആ മെട്രിക്സിന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് Y പാരാമീറ്റർ. അപ്പൊ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ കേസിൽ ഈ 20 ohm, 10 ohm, 5 ohm അത് നമ്മൾ അതിനെ Tയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഈ ഒരു റെസിസ്റ്റർ, ഇവിടെ ഒരു റെസിസ്റ്റർ, ഇവിടെ ഒരു റെസിസ്റ്റർ, അങ്ങനെ 3 റെസിസ്റ്റേഴ്സ്. ദിസ് വൺ R1,
ദിസ് ഈസ് R2 ആൻഡ് ദിസ് ഈസ് R3. ഇവിടെ എന്താണ്, പൈനെ നമ്മൾ ടിയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. പൈ ടു ടി കൺവേർഷൻസ് ഉണ്ട്. അതിൽ R1 വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ R1 ഈക്വൽ ടു ഈ R1ഉമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് എലമെന്റ്സ്, ഒന്ന് എന്താണ് 20 ആണ്, സെക്കൻഡ് എന്താണ് 10 ആണ്. അപ്പോൾ അതിന് രണ്ടിനും കൂടെ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ഇതിന്റെ ടോട്ടൽ വരും. ഇതിനകത്ത് പൈയിനകത്ത് വന്നിരിക്കുന്ന എലമെന്റ്സ് എന്ന് വെച്ചാൽ 20, 5, 10 ആണ്. അതിന്റെ സം ആയിട്ട് വരും. സോ വി ക്യാൻ റൈറ്റ് ആസ് 20 പ്ലസ് 5 പ്ലസ് 10 എന്ന് എഴുതാൻ പറ്റും. എങ്ങനെയാണ് ഇതിന്റെ കേസിൽ ഒരു പൈനെ നമ്മൾ ടിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടി ഫോമിലേക്ക് ആക്കി R1, R2, R3 എന്നുള്ളത് R1ന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി R1ഉമായിട്ട് കണക്ട് ചെയ്ത രണ്ട് റെസിസ്റ്റീവ് എലമെന്റ്സ്, ഒന്ന് 20 ഇൻറ്റു ദിസ് 10 ഡിവൈഡ് ബൈ ആ ടോട്ടൽ റെസിസ്റ്റൻസിന്റെ സം. അതായിരിക്കും നമ്മളുടെ R1 എന്ന് പറയുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ 35 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5.7 ഓം എന്ന് കിട്ടും. R1 വാല്യൂ കിട്ടി. ഇനി നെക്സ്റ്റ് ഇതുപോലെ R2 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. R2 ഈക്വൽ ടു R2 റെസിസ്റ്റൻസ് പറയുമ്പോൾ ഈ റെസിസ്റ്റൻസ് ആണ്, അത് കണക്ട് ചെയ്തേക്കുന്ന റെസിസ്റ്റൻസ് നോക്കുക. R2 എന്ന് വെച്ചാൽ ഈ റെസിസ്റ്റൻസ് ആണ്. അതുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന രണ്ട് റെസിസ്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ഈ 20 ഓം ആണ്. സോ 20 ഇൻറ്റു നെക്സ്റ്റ് ഏതാണ് 5 ഓം ആണ്. അപ്പോൾ അതിന് രണ്ടും കൂടെ പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സെയിം ആണ്. ഇതിന്റെ മൂന്നിന്റെയും കൂടെ സം ആണ് 20 പ്ലസ് 5 പ്ലസ് 10 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിന്റെ കേസിൽ 100 ഡിവൈഡഡ് ബൈ 35 ദാറ്റ് ഈസ് ഈക്വൽ ടു 2.85 ഓം എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ R2 വാല്യൂ കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്കിവിടെ R3 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. R3യും സിമിലർ മെത്തേഡ്സിലാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട. R3 ഈക്വൽ ടു R3 ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് എലമെന്റ്സ്, ഒന്ന് ഈ 10, സെക്കൻഡ് 5. അപ്പോൾ 10 ഇൻറ്റു 5 ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സെയിം ആണ് 20 പ്ലസ് 5 പ്ലസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ 35 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.43 ഓം എന്ന് കിട്ടും. നമുക്ക് ഇവിടെ എന്ത് കിട്ടി, ഈ R1, R2, R3 വാല്യൂസ് കിട്ടി. ഇനി എന്ത് ചെയ്യും, ഈ പൈനെ നമ്മൾ ടി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ മൂന്ന് റെസിസ്റ്റൻസ്, ഫസ്റ്റ് R1, സെക്കൻഡ് R2, തേർഡ് R3, അതിന്റെ കൂടുതൽ എന്തുണ്ട്, ഒരു 40 ഓം ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോമിലായിട്ട് എന്ത് ചെയ്യും, ഈ നെറ്റ്വർക്ക് ചേഞ്ച് ആവും. അതിൽ ദിസ് ഈസ് R1, ദിസ് ഈസ് R2, ദിസ് ഈസ് R3 ആൻഡ് ദിസ് വാല്യൂ ഈസ് 40 ഓം. ഓൾറെഡി നമ്മൾ R1, R2, R3 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. R1ന്റെ വാല്യൂ 5.7, R2ന്റെ വാല്യൂ 2.85 ആൻഡ് R3യുടെ വാല്യൂ 1.43 എന്ന് കിട്ടും. ഇത് രണ്ട് സീരീസ് ആണ്. സീരീസ് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ സം ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഈ നെറ്റ്വർക്ക് ഈ ഒരു ഫോമിലായിട്ട് മാറും. മൂന്ന് റെസിസ്റ്റീവ് എലമെന്റ്സ് ആയിട്ട് ടി നെറ്റ്വർക്കിൽ മാറും. ഇവിടെ ദിസ് ഈസ് 5.7 ഓം, ദിസ് ഈസ് 2.85 ഓം ആൻഡ് ദിസ് ഈസ് 40 പ്ലസ് 1.43 41.43 എന്ന് വാല്യൂ കിട്ടും. 41.43. ഇത് എന്ത് നെറ്റ്വർക്കായിട്ട് മാറി, നമ്മളുടെ തന്നിരിക്കുന്ന നെറ്റ്വർക്ക് ഒരു ടി ഫോമിലായിട്ട് മാറി. അപ്പം ഞാൻ ഈ ടി നെറ്റ്വർക്ക് ഒന്നും കൂടെ എടുത്ത് റീഡ്രോ ചെയ്യുകയാണ്. അപ്പം ഇങ്ങനെ ആ നെറ്റ്വർക്ക് മാറി. ഇതിനകത്ത് നമുക്കറിയാം, ഇതിന്റെ കേസിൽ 2 പോർട്ട് നെറ്റ്വർക്ക് ആകുമ്പോഴത്തേക്ക് ഇൻപുട്ട് വോൾട്ടേജ് V1, ഔട്ട്പുട്ട് വോൾട്ടേജ് V2, കറണ്ട് ഡയറക്ഷൻ I1, ദിസ് കറണ്ട് ഡയറക്ഷൻ I2. ഇനി ഇത് ഓൾറെഡി മെത്തേഡ് പറഞ്ഞായിരുന്നു. നമ്മളുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന നെറ്റ്വർക്കിനെ ടിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ഓൾറെഡി നമ്മൾ ടി ഫോമിൽ കൺവേർട്ട് ആയി. ഇനി നെക്സ്റ്റ് എന്തായിരുന്നു സ്റ്റെപ്പ് പറഞ്ഞത്, ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഇസഡ് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ടിയിലേക്ക് കൺവേർട്ട് ചെയ്തത്. നെക്സ്റ്റ് എന്ത് ചെയ്യും, ഈ ഗിവൺ ടി നെറ്റ്വർക്കിൽ നിന്ന് വി വിൽ ഫൈൻഡ് ദ ഇസഡ് പാരാമീറ്റർ. ഇസഡ് പാരാമീറ്റർ ഡയറക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. നമുക്കറിയാം ഇസഡ് പാരാമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രിക്സ് പറഞ്ഞ എന്താണ്, വെരി ഗുഡ്, Z11, Z12, Z21, Z22 ഈ മെട്രിക്സ് ആണ് നമ്മളുടെ ഇസഡ് പാരാമീറ്റർ എന്ന് പറയുന്നത്. ഇതുപോലൊരു ടി നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് എഴുതാൻ പറ്റും, ഇസഡ് പാരാമീറ്റർ മെട്രിക്സ് എഴുതാൻ പറ്റും. അതിൽ Z11 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് പോർട്ടിലെ റെസിസ്റ്റൻസിന്റെ സം ആയിരിക്കും. എന്താണ്, Z11 ഈസ് ദ സം ഓഫ് ഇംപിഡൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് ഇൻപുട്ട് പോർട്ട് ആയിരിക്കും. ഇൻപുട്ട് പോർട്ട് അതിൻ്റെ സം ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇംപിഡൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ
സം എന്തൊക്കെയാണ്? Z11 എന്ന് വെച്ചാൽ സം ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ഇൻപുട്ട് പോർട്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് പോർട്ടിൻ്റെ സം എന്ന് പറയുന്നത് 5.7 പ്ലസ് 41.43 ആണ്. അപ്പോൾ നമ്മളത് സം ചെയ്യുമ്പോഴത്തേക്ക് 47.13 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് Z11 വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 47.13 എന്ന് ഡയറക്റ്റ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പാരാമീറ്റർ കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? അതുപോലെ Z22 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ടി നെറ്റ്വർക്കിന്റെ Z22 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് പോർട്ടിന്റെ ഇംപിഡൻസിന്റെ സം ആണ്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് പോർട്ട്. അതിന്റെ ഇംപിഡൻസിന്റെ സം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ വരും? വെരി ഗുഡ്, 2.85 പ്ലസ് 41.43 എന്ന് വരും അല്ലേ? Z22 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് പോർട്ടിന്റെ ഇംപിഡൻസ് സം. ഇതാണ് ഔട്ട്പുട്ട് പോർട്ട്. അതിന്റെ ഇംപിഡൻസ് സം എന്ന് പറയുമ്പോഴത്തേക്ക് ദിസ് ടേമിന്റെയും കൂടെ സം ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 44.28 എന്ന് കിട്ടും. എന്താണ് Z22 വാല്യൂ? വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 44.28 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് Z21 വാല്യൂം Z12 വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ Z21 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കോമൺ ടു പോർട്ട് 1 and 2. ദിസ് ഈസ് പോർട്ട് 1, ദിസ് ഈസ് പോർട്ട് 2. അപ്പോൾ അതിന് രണ്ടും കോമൺ ആയിട്ടുള്ള വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത് Z12 അല്ലെങ്കിൽ Z21 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ടിലും കോമൺ ആയിട്ടുള്ള എന്താണ്? 41.43 ആണ്. ഈ 2 പോർട്ട് നെറ്റ്വർക്കിന്റെ കേസിൽ ഇതിന്റെ I1ന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഈ ഒരു ഫോമിലാണ്. I2ന്റെയും സെയിം ഡയറക്ഷനിലാണ്. അപ്പോൾ അവിടെ സൈൻ ചേഞ്ച് വരത്തില്ല. ഈ 41.43 ആയിരിക്കും Z12ന്റെ വാല്യൂം അതുപോലെ Z21ന്റെ വാല്യൂ. അതിവിടെ എഴുതുകയാണ് 41.43. ദിസ് ഈസ് ഓൾസോ 41.43. ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് അവർ Z പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. നമ്മളിപ്പം നേരത്തെ പല മെത്തേഡ്സ് ഞാൻ പറഞ്ഞായിരുന്നു. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ T എടുത്തിട്ട് അതിന്റെ Y പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഈ 20 ഓമിന്റെ Y പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യുക, എന്നിട്ട് പാരലൽ കണക്ഷൻ ആണ്, അപ്പോൾ അതിനെ സമ്മായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കറണ്ട് I1 മാർക്ക് ചെയ്തു, I2 മാർക്ക് ചെയ്തു, ഇതിലേക്കൂടെ I3 മാർക്ക് ചെയ്തു, I3 എലിമിനേറ്റ് ചെയ്ത് ആ രീതിയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം. പക്ഷേ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു രീതി ചെയ്യുന്നതായിരിക്കും. T2 ഇപ്പം നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ T2 പൈ to T കൺവേർഷൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യുക. അപ്പോൾ അതായിരിക്കും ഏറ്റവും ഈസി ആയിട്ടുള്ള നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതും തെറ്റാൻ ചാൻസ് കുറവുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഈ ഗിവൺ നെറ്റ്വർക്കിനെ Tയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇപ്പോൾ Tയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ Z പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മളുടെ എയിം എന്താണ്? ഇവിടെ Y പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. ഇപ്പോൾ Z കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് Y കിട്ടുന്നത്? Z ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് Y പാരാമീറ്റർ കിട്ടും. ഇപ്പോൾ ഇവിടെ 2x2 മെട്രിക്സ് ആണ്. ഇപ്പോൾ മെട്രിക്സ് മോഡിൽ കാൽക്കുലേറ്ററിൽ ഈ എൻട്രി ചെയ്തിട്ട് ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് Y. അത് കാൽക്കുലേറ്ററിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. Z കിട്ടിക്കഴിഞ്ഞാൽ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കിട്ടുന്ന Yന്റെ വാല്യൂ Y ഈക്വൽ ടു 0.1195 minus 0.1118 minus 0.1118 0.1272. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇൻവേഴ്സ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ. ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിനകത്ത് റെസിപ്രോസിറ്റി സിമെട്രി ചെക്ക് ചെയ്യാനും ചോദിക്കും. അപ്പോൾ അതിൻ്റെയും വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊന്ന് വാച്ച് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഫുൾ സൊല്യൂഷൻ. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാം, മിനിമം ടൈമിൽ സ്കോർ ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് നമ്മളെ നെറ്റ്വർക്ക് തിയറി സബ്ജക്റ്റിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇതൊന്ന് ഞാൻ ബ്രീഫ് ചെയ്യാം. നമുക്കിവിടെ ചോദിച്ചിരുന്നത് ഷോർട്ട് സർക്യൂട്ട് അഡ്മിറ്റൻസ് പാരാമീറ്റർ ആണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായിക്കോണം Y പാരാമീറ്റർ ആണുള്ളത്. എന്നിട്ട് ഗിവൺ നെറ്റ്വർക്കിനെ ഏതെങ്കിലും ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഇതിനകത്ത് ഏറ്റവും ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഹോൾ നെറ്റ്വർക്കിനെ Tയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. Tയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് Z പാരാമീറ്റർ ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റും. അതിൽ Z11 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ഇംപിഡൻസിന്റെ സമ്മായിരിക്കും. Z22 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഇംപിഡൻസിന്റെ സമ്മായിരിക്കും. Z12 Z21 എന്ന് വെച്ചാൽ കോമൺ ടു പോർട്ട് 1 and 2 ആയിരിക്കും. അതിനുശേഷം Y കിട്ടാൻ വേണ്ടി അതിന് ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. നമുക്ക് Yയുടെ ആൻസർ ഈ ഒരു ഫോമിൽ കിട്ടും. നമ്മൾ 2 പോർട്ട് നെറ്റ്വർക്സിന്റെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഒന്ന് വാച്ച് ചെയ്യുക. അതുപോലെ നെറ്റ്വർക്ക് തിയറി, സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്സിന്റെ ഓൾമോസ്റ്റ് ഓൾ ടോപ്പിക്സും മൊഡ്യൂൾ വൈസ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് വാച്ച് ചെയ്യുക. മോർ വീഡിയോസ് അപ്ലോഡ് ചെയ്യും.
പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ആദ്യമായിട്ട് ആണ് ഈ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബിടെക് MEDC.